ഇത് കണ്ടോ, ഇതാണ് ഈ കവർ. ഈ കവറിനകത്താണ് ഞാൻ സൂക്ഷിച്ചേക്കുന്നത്. അതിനാണ് പറഞ്ഞത് ഞാനത് തള്ളിക്കളഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ ഒരു തട്ടുംപുറം ഒന്നുമില്ല ഇത് സൂക്ഷിക്കാൻ. ഞാൻ എന്ത് കളഞ്ഞെന്നാണ് ഇവര് പറയുന്നത്? ഞാൻ സൂക്ഷിച്ചു വെച്ചാണോ തെറ്റ്? സ്ഥലമില്ല ഇവിടെ ഒന്നും. ആണി അടിക്കാൻ പറ്റും. പപ്പ പറഞ്ഞില്ല ആണിയൊന്നും അടിച്ചു വെക്കാൻ പറ്റൂല. നോർമലി ഒരു സാധനം വെക്കാൻ സ്ഥലമില്ലാതാവുമ്പം കട്ടിലിന്റെ അടി വെക്കുന്നു, അത്രേ ഉള്ളൂ. എന്റെ വീട്ടിൽ ഒരു സാധനം വെക്കണമെങ്കിൽ ഞാൻ ആരെയൊക്കെ ബോധിപ്പിക്കണം? റിതുട്ടനെ കഴുത്തിന്റെ ബാക്കിൽ തീ പൊള്ളിച്ചു. അപ്പൊ ഇതിനെതിരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കേസ് എടുത്തിട്ടുണ്ട്. രേണുവിനെതിരെ പരാതി. ദൈവമേ, എനിക്കറിയാവുന്നവർക്കറിയാം ഞാൻ എന്തിനാണ് എന്റെ കുഞ്ഞിനെ പൊള്ളിക്കുന്നത്. എനിക്കറിയില്ല ഒന്നെ. മോന്റെ കഴുത്തിന്റെ പുറകിൽ എന്താ കടിച്ചേ? അതിന്നലെ ഏതാണ്ട് ജീവി അടിച്ചതാ. അമ്മ അടിച്ചിട്ടില്ല. അമ്മ അടിച്ചെങ്കിൽ അമ്മയുടെ മടി ഇങ്ങനെ ഇരിക്കുവോ പൊന്നു? ഈ വീട് ചേച്ചിയുടെ ഫാമിലി കൈയടക്കി കാണും, എസ്പെഷ്യലി ചേച്ചിയുടെ സിസ്റ്റർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ രണ്ട് പെൺപിള്ളേരാണ്. എനിക്കൊരാപത്ത് വന്ന എൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചിക്കൊരാപത്ത് വന്ന ഞാനുണ്ട്. ഞങ്ങളങ്ങനെ രക്തബന്ധമാണ്. ഒരു അമ്മയുടെ കുടുംബത്തിൽ പിറന്ന ഒരു കുട്ടികളാണ് ഞങ്ങൾ. ഇപ്പം കിച്ചുനെ ഋതപ്പനെ പോലെ അതേപോലെ ബോണ്ടാണ് ഞാനും എൻ്റെ ചേച്ചി. അതാണ് ഞാൻ പറഞ്ഞത്. അമ്മയുടെ കുടുംബക്കാരാണ് വീട്ടിൽ മൊത്തം. അമ്മയുടെ കുടുംബക്കാരെന്ന് പറയുന്നത്. അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് ഇവിടെ വരാമല്ലോ, അവൻ്റെ വീടല്ലേ, ആർക്ക് വേണം ഇവിടെ വരാം, അവരുടെ ബന്ധുക്കൾക്ക് ആർക്ക് വേണം. സുധിച്ചേട്ടൻ്റെ വീട്ടുകാർക്ക് ഇവിടെ സ്വാഗതമാണ്. ആ അമ്മ എപ്പം വന്ന് ഇവിടെ നിന്നാലും ഞാൻ പൊന്നുപോലെ നോക്കും. അമ്മയും ചേട്ടനും ചേട്ടത്തി ആരിവിടെ വന്നില്ല. അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് അവർ വരാത്തതാണ്. അവരിവിടെ വന്ന് അവർക്ക് ഞാൻ എൻ്റെ മുറി ഒഴിച്ചു കൊടുക്കും, അവിടെ നിർത്തും അവരെ. ഇപ്പം ഇവിടെ അവരെല്ലാവരും വന്ന് താമസിച്ചാൽ അവർക്ക് ഇടയില്ലെങ്കിൽ ഞാൻ മാറും, വേറെ വാടകയ്ക്ക് മാറും. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ മാറിത്തരും എനിക്ക് സന്തോഷത്തോടു കൂടി താക്കോല് കൊടുത്തിട്ട്. അമ്മ പിന്നെ ആർക്കാണ്